നാളിൻ്റെ ഒട്ടനേകം സംഭവങ്ങൾ പറയുന്ന ഘട്ടത്തിൽ കാണാം, ആകെ എരിപൊരി കൊള്ളുന്ന വെയിലത്താണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചാണുമേലെയാണ് സൂര്യൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ 10,000 കിലോമീറ്റർ മേലെ നിൽക്കുന്ന സൂര്യൻ്റെ വെയിലാണ് നമുക്ക് താങ്ങാൻ വയ്യ എന്ന് പറയുന്നത്. ഒരു ചാണുയരത്തിൽ ഖദ്റമീലിൻ എന്നാണ്, ഒരു ചാണുയരത്തിൽ സൂര്യൻ നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിചാരണ വരുന്നത്. വയർത്ത് പാപക്കറകളായി മുങ്ങിക്കുളിച്ചിട്ടുണ്ടാകും മനുഷ്യർ. മനുഷ്യൻ്റെ നന്മതിന്മക്കനുസരിച്ച് വയർപ്പുണ്ടാകുന്ന പറഞ്ഞത്. അവിടെ വരപ്പെടുന്ന മനുഷ്യരുടെ കോലം കണ്ടാൽ അറിയാം ഇവരെങ്ങനത്തെ മനുഷ്യന്മാരാണ്. ചില ആളുകൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് വരും. ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് നീതി കാണിക്കാത്ത മനുഷ്യരാണ്. ചില മനുഷ്യരന്ന് വരും, നീളമുള്ള കഴുത്തുമായിട്ട് വരപ്പെടും. അവർ ബാങ്ക് വിളിക്കവരാണ്. ബാങ്ക് വിളിൻ്റെ മഹത്വമാണ് സൂചിപ്പിച്ചത്. ചില മനുഷ്യർ അന്ന് ചോരപ്പാടുകളുമായിട്ട് കയറി വരും. ഒരു മണമോ ദുർഗന്ധമോ ഇല്ലാത്തവരായി വരും. ഹും ഷുഹദാ, അവർ ഷുഹദാക്കന്മാരായിട്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ ഓരോ ദറജ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മനുഷ്യർ കൊണ്ടുവരപ്പെടും. ഇവിടുന്ന് കവർന്നെടുത്ത സമ്പത്തുമായിട്ട് കൊണ്ടുവരപ്പെടും. മോഷ്ടിച്ച സ്വത്ത്, മറ്റുള്ളവൻ്റെത് കവർന്നെടുത്ത സ്വത്ത്, അതൊക്കെയായിട്ട് തീരുമാനത്തിലേക്ക് അവർ വരും. എല്ലാവരും അങ്ങ് കൂടി വിശദീകരിക്കാൻ സമയമില്ല. മനുഷ്യനെ അന്നേ ദിവസം 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹിൻ്റെ തണലിട്ട് കൊടുത്ത് പ്രത്യേക സഹായം കൊടുക്കും. ഹദീസ് ഒന്ന് വായിക്കണം. അതിൻ്റെ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് കൊടുക്കുമെങ്കിൽ നമ്മളവിടെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ആരാ? ഒരാൾ, അവൻ ഇമാമുൻ ആദിലാണെന്നൊക്കെ പറഞ്ഞ് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, ചെറുപ്പക്കാരാ, അള്ളാഹിൻ്റെ പരലോകത്തെ തണൽ കിട്ടാനുള്ള വഴി പറയാണ്. യുവത്വ കാലഘട്ടത്തിൽ അള്ളാഹിനെ ആരാധിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് അങ്ങനെ മുതലിനെ ഒരു 15 വയസ്സിൻ്റെയും 40 വയസ്സിൻ്റെയും ഇടയിൽ പള്ളിയിൽ ദീനീ രംഗത്ത് നന്മയുടെ കാര്യങ്ങളിൽ കിട്ടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എത്രയാണ്? വറജുലുൻ, വേറെ ഒരാളുണ്ട്, ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായിട്ട് നല്ല ഹൃദയബന്ധം സ്ഥാപിച്ചവൻ. ഇടക്കിടക്ക് പള്ളി പോകണമെന്നല്ല പറഞ്ഞ്, പള്ളിൻ്റെ കാര്യത്തിനേറ്റ് ഭയങ്കര അടുപ്പാണ്. അത് കഴുകുക, വൃത്തിയാക്കുക, അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഉമ്മാമിന് ഭക്ഷണം ഉണ്ടോ, അവിടെ നിന്ന് ആരെ വരുന്നത്, ക്ലാസ്, ഇങ്ങനെ എപ്പോഴും പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവൻ അള്ളാഹുവിൻ്റെ നാളെ തണൽ കിട്ടും. റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാളത് ഐനാ, ഒരുത്തൻ ഒറ്റയ്ക്കിരുന്ന് കരയാണ്. ആരും ആശുപത്രിയിലൊന്നുമില്ല, പൈസൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹനെ ഓർത്ത് അവനിങ്ങനെ കരയാണ്. അല്ലാ, എൻ്റെ ദുനിയാവ് തീർന്നാൽ, എൻ്റെ പരലോകം വന്നാൽ, എൻ്റെ സ്വർഗനരകം തീരുമാനിക്കുന്ന ഘട്ടം വന്ന അവൻ അള്ളാഹനെ കുറിച്ചോർത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവനാണെങ്കിൽ അവൻ അള്ളാഹൻ്റെ തണലുണ്ടായിരിക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയിൽ പറയുന്നുണ്ട്. മനുഷ്യന്മാരുടെ വിചാരണയുടെ രംഗത്തിൽ അവൻ്റെ കയ്യിൽ അവൻ്റെ കർമ്മരേഖാ പുസ്തകം കൈ കൊടുക്കും, ചെയ്തതിൻ്റെ മുഴുവൻ രേഖ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, നിന്റെ പുസ്തകം നീ വായിച്ചോ, വിചാരണ ചെയ്യാൻ നീ മതിയായവനാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പുസ്തകത്തിലുണ്ടാവും. പിന്നെ നമുക്ക് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാനല്ല, അത് ഓനാണ് എന്ന് പറയാൻ ഒരു കാരണവും ഉണ്ടാവില്ല. അവിടെ സാക്ഷികൾ കൊണ്ടുവരപ്പെടും. ആരാ സാക്ഷികൾ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീല് വെക്കും, വായഞ്ഞു മുണ്ടൂല. തൊലികൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, കാല് സംസാരിക്കും. ചോദിക്കും, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്നത്? അൻതഖനല്ലാഹ കുല്ല ഷൈഇൻ, ഇന്ന് എല്ലാത്തിനും സംസാരിക്കാനുള്ള പവർ അള്ളാഹ് നൽകിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പറയും, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണെന്ന് ഇവരൊക്കെ പറയും. വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ കിതാബ് കിട്ടുന്നത്, അതോടുകൂടെ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടേക്കാണ് പോണത് എന്നുള്ളത്. ഒന്നുകിൽ ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ, ഒന്നുകിൽ സ്വർഗത്തിലേക്കുള്ള വിഭാഗം അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വിഭാഗം. അതെങ്ങനെ അറിയാം? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെയെങ്കിലും കർമ്മരേഖാ പുസ്തകം അവൻ്റെ വലത് കയ്യിൽ ലഭിച്ചാൽ ഫയഖൂൽ, അവൻ പറയും, യാ ലൈതനി, ഫയഖൂലു ഹാ മുഖ്റഊ കിതാബിയ, ആ പുസ്തകം ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറയത്തില്ല, നിങ്ങൾ നോക്ക്,
ഇതെൻ്റെ കർമ്മരേഖാ പുസ്തകമാണ്. നമ്മൾ പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയ ഒരാളും പരീക്ഷയ്ക്ക് 2 മാർക്ക് കിട്ടിയ ആളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ലേ? സന്തോഷം കൊണ്ട് ഇവൻ തൻ്റെ കൂട്ടുകാരോട് നാട്ടുകാരോട് കാണിച്ചു കൊടുക്കും, ഇതാ എൻ്റെ കർമ്മരേഖാ പുസ്തകം. എന്നിട്ട് അവൻ കാരണം പറയാൻ, എനിക്കെന്തുകൊണ്ട് ഇത് കിട്ടി. ഇങ്ങനെ ഒരു പരലോകം കണ്ടുമുട്ടേണ്ടി വരും, ഒരു വിചാരണയുണ്ടാകും എന്ന് ഞാൻ ദുനിയാവിൽ വിചാരിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. ഇതിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്ത മറന്നോനാണ് അവിടെ കൊടുക്കുക. ഈ ചിന്തകൾ കടന്നു വന്നാൽ അവൻ്റെ സാമ്പത്തിക രംഗം കറക്റ്റാവും, സ്വഭാവം ശരിയാവും, ഭാര്യനോട് മര്യാദയിൽ പെരുമാറും. ഇന്നലെ വണ്ടൂർ ഭാഗത്ത് 2.5 വയസ്സുള്ള കുട്ടിനെയാണ് വാപ്പ പീഡിപ്പിച്ചത്. സിഗരറ്റ് കുറ്റി എടുത്തിട്ട് കുട്ടിനെ കുത്തായിരുന്നു, കഴുത്തിലിട്ട് മുറുക്കായിരുന്നു. ഭാര്യനോടുള്ള ദേഷ്യം കാരണം കൊണ്ട് സ്വന്തം മകളെ 2.5 വയസ്സുള്ള കുട്ടിനെ കൊന്ന മനുഷ്യന്മാർ. നാളൊരു പരലോകമുണ്ട്. ഇവിടെ ചെയ്തതിന് മുഴുവൻ ഇരട്ടിയായി അതിനപ്പുറം അനുഭവിക്കേണ്ടി വരുന്ന, എല്ലാവരുടെ മുമ്പിലും തുറക്കപ്പെടുന്ന ഒരു കിതാബ് വരുമെന്ന ബോധമുണ്ടെങ്കിൽ മറ്റൊരു മനുഷ്യനെ പറ്റിക്കാൻ പിന്നെ വരൂല. നോണ അറിയില്ല, വഞ്ചന ഉണ്ടാവില്ല, പലിശ ഉണ്ടാവില്ല, തോന്നിവാസത്തിലുണ്ടാവില്ല. ആ ചിന്ത എന്ന് മറന്നോ അവൻ ലാലിമായി മാറി. ഇവൻ പറയാണ്, ഞാൻ എൻ്റെ കിതാബ് വലത് കയ്യിൽ കിട്ടാനുള്ള കാരണം എനിക്ക് പരലോകമുണ്ട്, ഹിസാബുണ്ട് എന്നുള്ള വിചാരം അറിയാം. അതുകൊണ്ട് സന്തോഷകരമായ സംതൃപ്തകരമായ ജീവിതമാണ് അവനുണ്ടാവുക. അവൻ ഹാപ്പിയാണ്, സുഖസുന്ദരമായ സ്വർഗത്തിലാണ്, മരണമില്ലാത്ത, രോഗമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, ഇച്ഛിക്കുന്നതെല്ലാം ലഭിക്കുന്ന സുന്ദരമായ ലഹുമായ ഷാഊന ഫീഹാ വലദൈനാ മസീദ്, കൊതിക്കുന്നത് മുഴുവൻ ലഭിക്കുന്ന സ്വർഗം. ഇവിടെ കിട്ടുന്ന സുഖങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം. ഇവിടെ കിട്ടുന്ന സന്തോഷം നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോഴേക്കൊരു മെസ്സേജ് വരിക, ബാപ്പാക്ക് സുഖമില്ല, ഒന്ന് വേഗം വരണം, അതപ്പം തീരും. എത്രയോ സന്തോഷങ്ങൾ നിമിഷ നേരം കൊണ്ട് തീർന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് ഈ ദുനിയാവ് പോലെയല്ല, സമ്പൂർണമായ സംതൃപ്തമായ ഒരു ജീവിതം അവനതാ കാത്തിരിക്കുന്നു. എന്നാൽ ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവൻ തീരുമാനമായി. ഇടതു കയ്യിലായി ഗ്രന്ഥം ലഭിക്കുന്നയാൾ ഇങ്ങനെ ഒരു പുസ്തകം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവൻ ചെയ്ത ചെറുതും വലുതുമടക്കമുള്ള എല്ലാം അവൻ്റെ അടുത്തുണ്ട്. മാലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും വിട്ടിട്ടില്ല. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലെ മുഴുവൻ ഡാറ്റകളും അതിലുണ്ട്. നമ്മൾ കണ്ടത് മുഴുവൻ അതിലുണ്ട്, നമ്മൾ പറഞ്ഞത് മുഴുവൻ അതിലുണ്ട്, നമ്മൾ ചെയ്തത് മുഴുവൻ അതിലുണ്ട്. എല്ലാം ഒരെണ്ണം വിട്ടുപോയിട്ടില്ല. ഒരാളോടും അനീതി കാണിക്കൂല, എല്ലാം അതിലുണ്ട്. അവൻ പറയാണ്, എനിക്ക് ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ പറയാ, വലം അതിരിമാ ഹിസാബിയാ, ഇങ്ങനെ ഒരു വലിയ വിചാരണയുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ പരിഗണിച്ചില്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല. അതൊന്നും ഞാൻ വിഷയാക്കിയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പാൻ്റെ ചരിത്രം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വാപ്പാനോട് ചെന്നിട്ട് യാ അബത്തി യാ അബത്തി യാ അബത്തി എന്ന് പറഞ്ഞ കാരണം പറയാണ്, വാപ്പാ ഞാൻ വേറെ ഒന്നും ഉണ്ടല്ലോ നിങ്ങളോട് ഇത് പറയണത്. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ പരലോകത്ത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടാണ് വാപ്പാ. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അവസാനം പ്രാർത്ഥിക്കണ്ടല്ലോ, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഹിസാബിൻ്റെ നാളിൽ എനിക്കും സത്യവിശ്വാസികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു നൽകണേ അല്ലാ. അത് പിന്നെ ചില തിരുത്തുകളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. മാതാപിതാക്കൾ അവർ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി പറയുന്നതൊക്കെ പിന്നീട് തിരുത്താൻ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഹിസാബിൻ്റെ നാളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളാണ് പ്രാർത്ഥനയിലുള്ളത്. ഈ മനുഷ്യനെ അടുത്ത കയ്യിൽ ഗ്രന്ഥം ലഭിച്ചപ്പോൾ അവൻ പറയാണ്, ഇങ്ങനൊരു വിചാരണ ഉണ്ടാകുന്നൊന്നും ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല.
യാ ലൈതഹാ കാനത്തിൽ ഖാളിയ, എൻ്റെ നഷ്ടമേ, എല്ലാം കഴിഞ്ഞുപോയി, എല്ലാം തീർന്നുപോയി, എല്ലാ അവസരങ്ങളും നശിച്ചുപോയല്ലോ. മാ അഗ്നാ അന്നീ മാലിയ, എനിക്കെൻ്റെ കുമാരക്കണക്കിന് അക്കൗണ്ടിലുണ്ടായിരുന്ന പണം യാതൊരു ഉപകാരത്തിലും പെട്ടില്ലല്ലോ. പൈസ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് കാര്യമുണ്ട് പൈസ ഉണ്ടാക്കിയാൽ. ഇവിടുന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നു, പല നിലക്കുമുള്ള തട്ടിപ്പും വെട്ടിപ്പും പരിപാടികൾ ചെയ്യുന്നു. ഒരു ദിവസം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഞാനും വാപ്പിയും കൂടെ അങ്ങനെ ഒരു കണ്ണാശുപത്രിയിൽ പോയിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ആശുപത്രിയിലെ OPയിൽ ഇങ്ങനെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നിടത്ത് നിന്നിട്ട് ഉസ്താദേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചെന്ന് വന്ന് പൂരക്കരച്ചിലാണ്. അവിടെ സീനാകും, വലിയ പ്രശ്നമാകും എന്ന് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പതുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് കാറ് തുറന്ന് AC കിട്ടുമോ, എന്താ നിങ്ങളുടെ പ്രശ്നം, എനിക്ക് കുറച്ച് കരയണം എന്ന് പറഞ്ഞു. നിങ്ങൾ കരഞ്ഞോളി എന്ന് പറഞ്ഞു. കുറേ നേരം കരഞ്ഞു. ഞാനും വാപ്പിയും കുറേ സമാധാനിപ്പിച്ചു. അദ്ദേഹം ഈ പരിസരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ഒരു പള്ളിയിൽ കയറിയിരുന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളൊരു പ്രവാസിയായി വന്ന ആളല്ലേ, നല്ലൊരു ബിസിനസ് ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ തന്നോടി, ഹലാലായ ഹക്കും ബാത്തിലുള്ള ബിസിനസ്സാണ്, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശതമാനം എത്ര തരും അത്ര തരും, പെരുന്നാൾ വരാൻ പോവുകയാണ്, 30 ലക്ഷം വേണമെന്ന് പറഞ്ഞു. ഇയാൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞ് ഓണം വരാൻ പോവുകയാണ്, സാധനം ഇഞ്ഞോ അറക്കണം, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു 30 കൂടി കൊടുത്തു. പിന്നെയും ഇയാൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല, ഇതൊന്നും തരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ 2 വീട്, സ്വന്തം വാപ്പ താമസിക്കുന്ന വീടും അദ്ദേഹത്തിൻ്റെ വീടും ആധാരം കൊണ്ടുപോയിട്ട് പൈസ എടുത്തിട്ട് 1,17,00,000 രൂപ ഒരു ചങ്ങായിക്കാണ് കൊടുത്തു. എന്താ പറഞ്ഞ്, ഹക്കും ബാത്തിലുള്ള ബിസിനസ്സാണ്, എനിക്ക് വേണമെങ്കിൽ തന്നോന്നാണ് പറഞ്ഞ്. അയാളുടെ 1 രൂപ തിരിച്ചു കിട്ടാത്തതിൻ്റെ ബേജാറിലാണ് ആ കരയണത്. ചോദിച്ച് ചെന്നാൽ അയാൾ കൊല്ലുന്ന പറയണത്. അമ്മാരി ഗുണ്ടാ സംഘത്തിൻ്റെ കയ്യിലാണ് പെട്ടിരിക്കുന്നത്. പള്ളിയിലുണ്ട് ആൾ, സുന്നതസ്കാരമുണ്ട്, കണ്ട അയാളെ എപ്പോഴത്തെ മുത്തക്കായ മനുഷ്യല്ല. അള്ളാഹുവിൻ്റെ പരലോക കോടതിയിൽ വരുന്ന് ആര്, വലിയ പൈസ കൊണ്ട്, മാഗ്ന അന്നി മാലിയ, എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ ഇവിടെ. ഹലക അന്നീ സുൽത്താനിയ, എൻ്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ. MP അറിയാം, MLA അറിയാം, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പല പൗരപ്രമുഖന്മാരെയും അയാൾക്കറിയാം, സംഘടനയുടെ അധികാരങ്ങൾ അറിയാം, വലിയ വലിയ സ്വാധീനങ്ങൾ അയാൾക്കുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാഹു തആല പറയാണ്, ഇനി വർത്താനൊന്നും പറയണ്ട. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, പിടിച്ച് കൈകളും കാലുകളും കൂട്ടിക്കെട്ടിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ. തിളച്ചുമറിയുന്ന ഹമീം എന്ന വെള്ളത്തിലൂടെ ഇവനെ എറിയുകയാണ്. സഹോദരങ്ങളെ, തിളച്ചുമറിയുന്ന വെള്ള ഹമീം, അതിലൂടെയാണ് ഈ ഷർട്ടും പാൻറ്റും തുണിയും കുപ്പായും ഇല്ലാത്ത ഈ പച്ച ശരീരം കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. ദുനിയാവിലൊരു തീപിടുത്തണ്ടായ കൈകൊണ്ടോ ഓടിക്കൊണ്ടോ വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. നരകത്തിൻ്റെ ശിക്ഷയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി, കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി, ഒന്ന് കുതറാൻ പോലും കഴിയാത്ത നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചെറിയപ്പെടുന്ന ആ വിചാരണ ശക്തമായ വിചാരണയാണ്. അതിനെക്കുറിച്ചുള്ള പേടി കൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാറി നടക്കുന്ന പറവകളെ, പക്ഷികളെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലയോ പക്ഷികളെ, നിങ്ങൾക്ക് എന്തൊരു സുഖമാണ്, നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? അവർക്ക് വിചാരണയില്ലല്ലോ. നമുക്ക് വല്ല പേടിയുണ്ടോ, വല്ല ബേജാറും തോന്നിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആയുസ് ചോദ്യം ചെയ്യപ്പെടും, സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും, യുവത്വം ചോദ്യം ചെയ്യപ്പെടും, അറിവ് ചോദ്യം ചെയ്യപ്പെടും. എന്തൊക്കെ നിഅമത്ത് കിട്ടിയോ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാ നിഅമത്തുകളെക്കുറിച്ചും പടച്ചോൻ ചോദിക്കും. അതുകൊണ്ട് ശക്തമായ വിചാരണയെ ഭയപ്പെടുക, പഠിക്കുക. പരലോകവുമായി ബന്ധപ്പെട്ട കിതാബുകൾ ഇവിടെ ലഭ്യമാണ്. ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. വിശുദ്ധ ഖുർആനിലെ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്ത് മാത്രം വായിച്ചാൽ ഭയാനകമായ രംഗം നമുക്കത് വിലയിരുത്താൻ കഴിയും. ഈമാൻ അധികരിക്കും, നമുക്ക് ഒരുങ്ങാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അതികഠിനമായ ആ വിചാരണയിൽ എളുപ്പമുള്ള വിചാരണ ലഭിക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണഗതിയിൽ റമദാനിൽ ഒരുപാട് പിരിവുകളുണ്ടാകും.
ഈ പിരിവുകളും കളക്ഷനുകളും പൈസയൊക്കെ ഇടുന്ന സമയത്ത് ചിലരുടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പിൻ്റെ സ്വരമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും വരരുത്. പൈസ ഇട്ടില്ല, പൈസ കൊടുത്തില്ല, ഫണ്ട് കുറഞ്ഞു, ഒരു പ്രശ്നവും നമുക്ക് വരില്ല. നമ്മൾ ചെയ്യുന്ന അമല് സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇഖ്ലാസാണ്. ഇഖ്ലാസിൽ ചെയ്യാൻ പറ്റുന്നത് ചെറുതാണെങ്കിലും അത് വലുതാണ്. ഉയർന്നു മാത്രവുമല്ല, സ്വതക്ക നമ്മളെപ്പോൾ ചെയ്യുന്നുണ്ടോ പടച്ച റബ്ബിൻ്റെ ഗളബ്, ദേഷ്യം നമ്മളോട് കുറഞ്ഞു വരികയാണ്. പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുകയാണ്. ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ നമ്മുടെ സ്വതക്കനെ അല്ലാഹു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഒന്നും കൂടി പറയാ, മാനക്ക സ്വത്ത് സ്വതക്കത്തും മാലിൻ. സ്വതക്ക കൊടുത്തിട്ട് ഇന്ന് വരെ ലോകത്തൊരാളും പാവപ്പെട്ടവനായിട്ടില്ല. ആരും സ്വതക്ക കൊടുത്ത് കുടുങ്ങിയിട്ടില്ല. സ്വതക്ക കൊടുത്തിട്ട് ആരും ഇന്ന് വരെ പ്രശ്നത്തിലകപ്പെട്ടിട്ടില്ല. എന്നാൽ പലിശ കൊണ്ട് പെട്ടവനൊക്കെ ജീവിതത്തിൽ കുടുങ്ങിയിട്ടുണ്ടാവും. സ്വതക്ക കൊണ്ട് മാനക്ക സ്വത്ത് സ്വതക്കത്തും മിമ്മാലിൻ. ഒരാളുടെ സമ്പത്തിലും സ്വതക്ക കുറവ് വരുത്തൂല, വർധനവ് മാത്രമേ ഉണ്ടാക്കുള്ളൂ.